ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 ടൊമാറ്റോ പഴുത്ത് നിൽക്കുകയാണ്. ഇതിൽ കാണിച്ചു തരണോ? എൻ്റെ പൊന്നു മക്കളെ, നമ്മളെ വീട്ടിൽ നാച്ചുറലായ ടൊമാറ്റോ പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളെ വിളവെടുപ്പാണ് മക്കളെ. നമ്മളെ 2 ടൊമാറ്റോ നല്ല ചുവന്ന് തുടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ? കുഞ്ഞി ടൊമാറ്റോ ആണ്. എന്തൊരു രസമല്ലേ കാണാൻ. ഭയങ്കര നമ്മളെ വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ ടൊമാറ്റോ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. തക്കാളിയൊക്കെ കഴിഞ്ഞിക്കണ്. അപ്പോൾ തോട്ടത്തിൽ നിന്ന് തന്നെ 2 തക്കാളി കിട്ടി. 3 ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൊലമ്മൽ 3 ഒരു കൊല ഒരു കൊല 3 ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ നടത്തില്ലേ. നല്ല ചുവന്ന് തുടിച്ചിരിക്കുന്ന ടൊമാറ്റോ എന്തല്ലേ. ഇതുപോലെ വേണം ടൊമാറ്റോ, നല്ല പഴുത്ത മീഡിയം പഴുപ്പായിട്ട്. എല്ലാവരും വാടിക്കൊഴഞ്ഞിക്കണം. ഇപ്പോൾ വിത്തൊക്കെ പാകി കാശിത്തുമ്പ, റെഡ് കാശിത്തുമ്പൊക്കെ കണ്ടില്ലേ മക്കളെ? എന്താ ഇപ്പം ഇതിൻ്റെ മുകളിലായിന്നാവും. അപ്പോൾ കറ്റർവായാണ് ഈ കോഴി അങ്ങോട്ട് ചാടിച്ചിട്ട് പൊന്നു മക്കളെ അതവിടെ വീണിട്ട് അതിൻ്റെ കഷ്ണങ്ങളാണ്. ഇതിൽ ഈ ഒരു മഞ്ഞ ദ്രാവകം പോയാലാണ് വിഷാംശം. അപ്പം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ അലോവേര ജെല്ല്, ഇതിൻ്റെ ജെല്ലെടുത്ത് ജ്യൂസ് അടിക്കാം. ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. ഷുഗർക്ക് ഇതിൻ്റെ പഴുപ്പെടുത്ത് കുടിച്ചാൽ നല്ല നോർമൽ ഷുഗർ കണ്ടീഷൻ കുറയും ഒക്കെ ചെയ്യട്ടോ. അപ്പം അങ്ങനെയൊക്കെ രീതിയിലാണ് പൊന്നു മക്കളെ. അപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞു. ദോശയായിരുന്നു, മീൻകറി, കുക്കറിൽ അയിലക്കറി ആയിരുന്നു കേട്ടോ. 2 പയറുണ്ടായിക്കണോക്കാ നിങ്ങൾ. ഇതിൽ ബാക്കിയതാണ്. നീലാമ്പരിയിൽ ഇപ്പം എന്തൊക്കെയാണ് 2 വെണ്ടത്തൈ ഉണ്ട്. അതോ കുഞ്ഞ് വെണ്ടത്തൈയാണ് കേട്ടോ. കുഞ്ഞ് വെണ്ടയ്ക്ക ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ. കുഞ്ഞ് ചെളുമ്പൻ തൈയാണ്. നീലാമ്പരിയൊക്കെ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ ബക്കറ്റിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിൽ ചെടികളും വെണ്ടിയും പയറും. അപ്പോൾ 2 പയറുണ്ടായിക്കണുണ്ട് പൊന്നുമക്കളെ. നല്ല പച്ച പയറാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റ് കൂടിയ പയറാണ്. അത് ഞാൻ മുസക്കുട്ടി സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ മേടിച്ചു കൊണ്ടിരുന്നത്. 10 രൂപയുടെ പയറായാലും നമുക്ക് എത്ര 2-3 വട്ടം പേരൊക്കെ വെക്കാം, നല്ല രീതിക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിരട്ടോണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ തടഞ്ഞിപ്പോൾ ഇവിടെ കളർ കൊടുക്കാനൊക്കെ ഉള്ളത് കളർ കൊടുത്താണ്. അപ്പോൾ വല്യമ്മ എന്താട്ടി കഴിച്ചിട്ടാണ് അതേമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അയൽ പോലെ കെട്ടിയിട്ട് അതിമ തൂക്കിയിടലാണ് കേട്ടോ. വല്യമ്മ പൊട്ടിച്ചിട്ട് തക്കാളിയിൽ പൂവൊക്കെ ഇടണുണ്ടല്ലേ. ഇള റോസാണ്. ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്നിട്ട് കട്ട് ചെയ്താലുള്ളൂ പിന്നെ ആദ്യക്കുന്ന തെഴുക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊന്നു മക്കളെ. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഉഷാറായില്ലേ? അപ്പം നമ്മൾ അവിടെ ഉള്ളിലേക്ക് പോവുകയാണ്. 2 ടൊമാറ്റോ കിട്ടി. ഉമ്മച്ചിയല്ല, വല്യമ്മച്ചിയാണ്. ഇതാ മമ്മി ഷോക്കേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക. അല്ലേ മമ്മി? എന്താ മമ്മി നിങ്ങളെ വിശേഷം? മരിച്ചു പോയി എൻ്റെ മമ്മി. ഒരു കാര്യം എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ വേറെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മടക്കി വെക്കാൻ. ഇത് മക്കളെ എൻ്റെ ക്ലിപ്പിൻ്റെ പെട്ടിയാണ്. ഇതിൻ്റെ പാട്ട് എഴുതണ ഡയറി പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? കുറേ പാട്ട് ഇതിൽ എഴുതി വെച്ചു. പാട്ട് എഴുതിയതാ പൊന്നു മക്കളെ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുഗർഗമാണെൻ്റെ പൊന്നുമ്മ. വളരെ ആ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ.
മധുവർണ്ണ പിന്നെ ഈ പാട്ടുണ്ട് മധുവർണ്ണ പൂവാണല്ലോ നറുനില പൂമോളല്ലേ മധുരപ്പാതീരയിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവാണല്ലോ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ഇരവിലെ കനവുന്ന മറരെ കണ്ണീർപ്പാടം. അപ്പം ഇനി നമ്മൾ കണ്ണീർപ്പാടം പറയാം. കണ്ണീരിപ്പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ കണ്ണീരാവും കൽബും കൊണ്ട് വന്നേനാനീരാവിൽ എങ്ങ് പോ സുബ്ഹാനനി ഇടനെഞ്ച് പൊട്ടി പാടിന എൻ്റെ ഓമലേ നീതാമന്ന മുബ്തയാ സുബ്ഹാൻ സാലായിനൈനി കണ്ണീരിപ്പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ കണ്ണീരാവും കൽബും കൊണ്ട് വന്നേ ഞാനീരാവിൽ എങ്ങു പോയി സുബ്ഹാനനി ഇടനെഞ്ച് പൊട്ടി പാടിനാൻ എൻ്റെ ഓമലേ എൻ്റെ ഓമലേ ശ്രീരാമന്ന മുബ്തയാ സുബ്ഹാൻ സാലൈനൈനി. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ. ബൈ, സീ യു, അസ്സലാമു അലൈക്കും. വേറെ എന്തൊക്കെ മക്കളെ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു.